എന്തെല്ലാ ചോദ്യം. ചെടിച്ചട്ടി താഴേക്ക് വീഴാല് എന്ത് ശക്തി പ്രധാനം ഉണ്ടാവല്. ആനേര പിണ്ടം താഴേക്ക് വീണാല് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്ര പിണ്ടം താഴെ വീണെന്ന്. അത് തിന്നതിന് കണക്കാറ്റ് വീഴും, അത് നമുക്കറിയും. എന്തിനാണ് ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്താ പേര് പറഞ്ഞ? പേര് ശേഖരൻ. ശേഖരൻ സാറേ? എന്റെ പേര് ഉണ്ണി. ഉണ്ണി. ശേഖരൻ സാറേ, നമ്മുടെ ഈ PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലേ ഈ ആനയായിട്ട് ബന്ധപ്പെട്ട ആനപ്പാപ്പന്മാരും ഇല്ല. അപ്പൊ ഒരു പൊതുബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആള് പ്രാപ്തനാണെന്ന് നോക്കാനുള്ള ഒരു ചോദ്യമാണ് അത് തരണത്. അപ്പൊ നിങ്ങളത് എഴുതി പാസ്സായാൽ മതി, നിങ്ങൾക്ക് ആ നിയമനം കിട്ടും. എന്നാ ഈ പരീക്ഷ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പുതിയ പരീക്ഷ വെക്ക്. ഇതുപോലെ ഞാൻ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ വെച്ചോ. പരീക്ഷ ഒഴിവാക്കണം. ഒഴിവാക്കാം. അല്ല, എന്റെ ശേഖരനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടാ? വേണ്ട, ഒഴിവാക്കാം. ഇയാൾ ഇവിടുന്ന് ഒഴിവാക്കാം. അതേ, നമുക്ക് ഈ പരീക്ഷ ഒഴിവാക്കാം. എന്നിട്ടൊരു പുതിയ പരീക്ഷ വെക്കുമ്പോൾ നോട്ടീസ് അയക്കാം. അപ്പൊ അതൊന്ന് എഴുതിയാൽ മതി. ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു പരീക്ഷ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ അമ്പലത്തിൽ 2 ആനയല്ലോ ഉള്ളത്. അതിന്റെ ഇപ്പുറത്തുനിന്നും കൂടി 2 ആനേനെ ആലോചിക്കണ്ട. അപ്പൊ 4 ആനേനെ മേടിക്കും സർക്കാർ. അപ്പൊ 4 പാപ്പന്മാർക്ക് ഒഴിവുണ്ട്. അപ്പൊ അതിൽ പെടുത്താ പോയിക്കോ. ഓക്കെ. എന്തൊക്കെ ജാതി സാധനങ്ങളെ കാണിക്കാനാണ്? മാനസികം ഉറപ്പല്ലേ? ഓഫീസറെ, ഞാനൊക്കെ മതമളകിയാലേ ഞാൻ എന്റെ പുറത്താട്ടാവന്. എങ്ങനെ ഇറങ്ങി പോണ്ടത്? ജീവൻ കിട്ടാൻ വേണ്ടി അതങ്ങ് ചോദിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യം, അതിനൊരു മര്യാദയുണ്ട്. വെച്ചോ. അതിപ്പോഴാണല്ലോ ഓർത്തത്. കരയിലെ ഏറ്റവും വലിയ ജീവനെ നിയന്ത്രിക്കുന്നവനാണ് ഞാൻ. ചില്ലറക്കാരനല്ലാന്ന് എന്റെ അർത്ഥം. മനസ്സിലായ? സമ്മതിക്കണം. ആനനെ അതെ. ആരാണ് ഈ PSCക്ക് ഈ മണ്ട ചോദ്യം എടുത്തത്? ശരിയാക്കാം. വെറുതെ ഒന്ന് പത്രം വായിച്ചാൽ മതി. ഞാൻ ഫുൾ ചോദ്യം ഇട്ടരാം. ഒരു 500 രൂപ തന്നാ മതി. അടുത്ത കമ്മിറ്റിയിൽ അത് വെക്കണം. അടുത്തതിൽ പെടുത്താം. പിന്നെ തിന്ന് സാറെന്തിന് ഇവർക്ക് ഉത്തരം കൊടുക്കുന്നേ? ഇയാളിവിടുന്ന് പോകണ്ടേ? അല്ലേ ആ തോട്ടി വെച്ച് കുത്തൂല്ലേ? മാസത്തിൽ ഇങ്ങനത്തെ ഒരെണ്ണം വന്നാൽ മതിയല്ല. ജീവിതവും വെറുത്തു പോവും, ജോലിയും വെറുത്തു പോവും. വെറുതെ അല്ല ആനക്കിടക്കിടക്ക് മതവളകണ. ഇതുപോലത്തെ പാപ്പാമാരല്ലേ നിയന്ത്രിക്കണത്. നമസ്കാരം. എന്താ എന്തിനാ കരയണ? കാര്യം പറയേ. സാർ, എൻ്റെ പേര് ശീതൻ എന്നാണ്. ഇത് മണ്ടോതിരി. ഞങ്ങളിപ്പോൾ നടന്ന ഈ LD ക്ലർക്കിനുള്ള PSC ടെസ്റ്റ് എഴുതിയവരാണ് സാറേ. ഓ. എന്താ ഇപ്പം ഉണ്ടായത്? അതിന്റെ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയില്ലേ ഇപ്പൊ? സാർ, ഒരു 10-15 ക്വസ്റ്റ്യൻസ് ആണ് സാർ ക്യാൻസൽ ആയിട്ടുള്ളത്. ഞങ്ങള് ഇപ്പൊ എൻ്റെ ഒക്കെ അവസാന ചാൻസ് ആണത്. അല്ല, 15 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയാലും ബാക്കി 85 എണ്ണം ഉണ്ടല്ലോ. സാർ എന്താ സാർ ഈ പറയണത്? ഒരു ക്വസ്റ്റ്യൻ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര താഴെ പോകുന്നുള്ളത് സാറിന് അറിയില്ലേ? അല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും. നമ്മളും ഇതുപോലെയൊക്കെ PSC എഴുതിയിട്ടാണ് ഈ കസേരയിലൊക്കെ വന്നിരിക്കുന്നത്. സാറ്, ഞാൻ എന്റെ വീട്ടിലെ സാഹചര്യം ഒന്നും നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് സാറ് ഞാൻ ആ പരീക്ഷ എഴുതിയത്. എന്താ പേര് പറഞ്ഞത്? മണ്ടോദരി. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണതൊക്കെ എക്സ്പെർട്സ് ആണ്. നമ്മൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. സാർ, അങ്ങനെ എക്സ്പേർട്സ് ആണെങ്കിൽ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ തെറ്റിപ്പോണത്? അത് ക്യാൻസൽ ചെയ്യേണ്ടി വരേണ്ടത് എങ്ങനെയാണ്? സാറ്, ഒരു തൊഴിലിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു തൊഴിലായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതം മൊത്തം കിടക്കുന്നത്. എത്ര പൈസ കടമുണ്ടെന്ന് അറിയോ? ഒരു വീട് വെക്കാൻ പറ്റിയിട്ടില്ല. ജീവിതം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ് സാറേ. പെണ്ണ് കേട്ടാത്ത ഒരാളാണ് ഞാൻ, തൊഴിലില്ലാത്തത്. അതെ, നിങ്ങളുടെ വികാരം മനസ്സിലാവും. ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ, ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ ഓഫീസിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ പരീക്ഷ കൃത്യമായിട്ട് നടത്തുക, സമയാസമയങ്ങളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് ചെയ്യണുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പരാതികളൊന്നും നമ്മുടെ അധികാരപരിധി പെട്ടതല്ല. ഒന്നും മനസ്സിലാക്ക്. നിങ്ങളുടെ ആവലാതി എനിക്ക് മനസ്സിലാവും. അല്ല, അതുകൊണ്ടല്ലേ ഞാൻ പറയണത്. ഇത് തയ്യാറാക്കുന്ന
ആൾക്കാർക്ക് ഒരു ശരാശരി ബോധം ഉണ്ടാവില്ലേ? ഇത്ര വലിയ എക്സ്പേർട്ടുകളാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ തയ്യാറാക്കണമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് എടുത്ത് മാറ്റണത്? പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര നാളത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ PSC അംഗങ്ങളില്ലേ, ഒരുപാട് PSC അംഗങ്ങളുണ്ട്, MLA-മാരുണ്ട്. നിങ്ങൾ ഇവരോടൊക്കെ പോയി ഈ പരാതി പറ. അവരൊക്കെ ഇടപെട്ടാലേ ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ നിസ്സഹായരാണ്. ഇങ്ങനെ നിസ്സഹായരാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒഴിയാനൊക്കെ പറ്റും, പക്ഷെ പോണത് ഞങ്ങളുടെ ജീവിതമാണ്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ എങ്ങോട്ടാണ് പോകേണ്ടത് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ആ അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ നടക്കുന്നത്. നിങ്ങൾ ഈ പറയണ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും നമുക്ക് ഒരു റോളും ഇല്ല. നിങ്ങൾ ബന്ധപ്പെട്ടവരെ കണ്ടൊന്ന് പറ. നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് യൂണിയനൊക്കെ ഇല്ലേ, നിങ്ങൾ എല്ലാവരും ചെന്ന് MLA-നെ PSC അംഗങ്ങളെയൊക്കെ ചെന്നിട്ട് നിങ്ങളുടെ ആവലാതി പറ. അതിനൊരു പരിഹാരം ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പറഞ്ഞവരോടൊക്കെ ഒന്ന് പറഞ്ഞൂടെ സാറേ? ഞങ്ങളുടെ അവസ്ഥ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക സാറേ. ഞങ്ങൾ പറയാൻ ശ്രമിക്കാം. സാറേ, ഇത് ഞങ്ങളുടെ രണ്ടാളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ സാറേ. ലക്ഷങ്ങളാണ് ഒരു തൊഴിലിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുന്നത്. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവും വിചാരിച്ചാണ് വന്നത്. ഇനിയിപ്പോ സാറ് പറയുന്നോടത്തുകൂടി പോയി നോക്കാം, ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ തൂങ്ങിച്ചാകൊള്ളൂ സാറേ. നിങ്ങൾ ഇവിടെ പറഞ്ഞ നമുക്കൊന്നും ചെയ്യാനില്ല. സാറേ, താഴെ ഇരിപ്പുണ്ട് ഇവിടെ ഓഫീസിന്റെ. ഈ ഒന്നെടുത്ത് പുറത്തുനിന്ന് പൂട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. സുഖിലേട്ടാ, നിങ്ങൾ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലോ. നിങ്ങൾ ഈ പാർട്ടിന്റെ ഒരു MLA അല്ലേ നിങ്ങൾ? ഇവിടെ ബാക്കിയുള്ള പാർട്ടിക്കാർ മുഴുവൻ ആളെ നിശ്ചയിച്ചു കഴിഞ്ഞ് നമ്മളെ പാർട്ടിക്ക് മാത്രം ഒരു PSC അംഗത്തെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല എന്നത് മോശമാണ്. ഒരു കിട്ടിയ ചാൻസ് ആണ്, കൊണ്ട് കളയരുത്. അതാണ് ഞാൻ പറയണത്. എന്റെ മൊയ്തോ, ഞാൻ ഒരാളെ MLA ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഭരണകക്ഷിയിലെ ഘടകകക്ഷിയായത്. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയത്. അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാണ്ട് എടുത്തു ചാടിയിട്ട് ഈ അവസരം പാഴാക്കരുത്. അങ്ങനെയാണെങ്കിലേ യോഗ്യതയുള്ള ഒരാളെ ഞാൻ പറഞ്ഞു തരട്ടെ. ആരാ? മേത്തലപ്പറമ്പിൽ P. മൊയ്തു. അതാണല്ലേ? ആ, ഞാനായാലും എന്തോ കുഴപ്പമോ? ഞാനായാലും എന്തോ കുഴപ്പമോ? ഞാൻ PSC അംഗമായ എന്താ കുഴപ്പമുണ്ടോ? അയ്യാന്നതിൽ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എനിക്ക് സീനിയോറിറ്റി കുറവാ. സീനിയോറിറ്റി എനിക്കാണ്. എടോ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടും, പിന്നെ പെൻഷൻ 1 ലക്ഷത്തിന് കൊടുത്ത് പെൻഷൻ എടുത്ത് പുളിക്കും. എനിക്ക് കിട്ടിയാല് ഞാൻ എന്താ പാർട്ടിന്റെ പ്രവർത്തകനല്ലേ? ഈ പ്രവർത്തകനൊക്കെ ആയിരിക്കും, സീനിയോറിറ്റി ഇല്ല എനിക്ക്. എന്റെ MLA സാറേ, ഈ പ്രദോഷനാക്കിക്കൂടെ? അയാൾക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളതല്ലേ? ജോർജ് ഒന്നും ഉണ്ടാക്കിയതേ. പാർട്ടിയിൽ സീനിയർ മൊയ്തുൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ സ്ഥാനം കൊടുത്താൽ എന്താ കുഴപ്പം? എൻ്റെ ഒരു അഭിപ്രായമാണ്. സാർ എന്താ പറയുന്നത്? അല്ല, ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയട്ടെ. ഇവര് രണ്ടുപേരിനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് എന്താ ഗുണം? പാർട്ടിക്ക് ഒരു ഗുണം ഉണ്ടാവണ്ടേ? അപ്പൊ നിങ്ങളെന്താ ഉദ്ദേശിക്കണ? അതായത് ഈ വേക്കൻസിയിലേക്ക് എന്റെ കെയർ ഓഫിൽ ഒരാൾ വന്നിട്ടുണ്ട്. പറഞ്ഞ പൈസ കിട്ടും. നിങ്ങൾ ഒരുമാതിരി ഒലക്കമല്ല വർത്താനം പറയുന്നുണ്ട് സുധേട്ടാ. ഞാൻ പറഞ്ഞുതരാം. അല്ല, പാർട്ടിക്ക് വേണ്ടി കുറെ കാലമായി ഇൻക്ലാബ് വിളിച്ച് നടക്കണം ഞാൻ. അങ്ങനെ ഞമ്മക്ക് തരേണ്ടത് പുറത്തുകൊണ്ടുപോയി വിൽക്കാൻ പോയിട്ട്. അല്ല, ഞാൻ പറയട്ടെ. എന്ത് പറയട്ടെ? അതെ, നമ്മുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടി ആണെങ്കിലും ഒരു വലിയ പാർട്ടിക്ക് വേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പൈസ നമുക്ക് ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയാവില്ല. അപ്പൊ അങ്ങനെ ഞമ്മക്ക് കിട്ടുന്ന സാധനം വിൽക്കാൻ നമ്മൾ ഞാൻ പറയട്ടെ. നിങ്ങളിൽ ഒരാളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ലേ ഗുണമുള്ളൂ. ഇത് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാശിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വീതിച്ചെടുക്കാം. ഒരു ചെറിയ തുക പാർട്ടി ഫണ്ടിലേക്കും വെക്കാം. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടില്ലേ? അത് കറക്റ്റാ അല്ലേ? അതിന് ഞാൻ സമ്മതിക്കൂല. അങ്ങനെ പുറത്തേക്ക് വിൽക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കൂല. സുധേട്ടാ, പുറത്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ വിഹിതം എനിക്ക് കിട്ടണം. പാർട്ടിയിൽ ആർക്കും കൊടുക്കാന്നേൽ ഇഞ്ചി തരണം. മൊയ്തുവാൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താ